എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്പിരിറ്റ് ഓഫ് ശാസ്ത്രയുടെ 35ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഈ സുപ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ കാണാൻ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷം. ധാരാളം മെസ്സേജസ്, ധാരാളം കമൻസ്, പേഴ്സണലി മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ സ്വാമി അയ്യപ്പൻ്റെ കാൽക്കൽ വെക്കുകയാണ്. ഒരുപാട് വിജ്ഞാനപ്രദമാണെന്ന് പറഞ്ഞു. അയ്യൻ മാത്രമാണ് അതിനുള്ള ഒരേ ഒരു കാരണം. അപ്പം അതുകൊണ്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ സന്തോഷത്തിനും, നിങ്ങൾ തിരിച്ചു തരുന്ന ഓരോ കമൻസും ഓരോ സജഷൻസും അതൊക്കെ ആ മണികണ്ഠൻ്റെ കാൽക്കൽ വയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. സ്വാമിയെ ശരണമയ്യപ്പ. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പൂർണ്ണമായും ചരിത്രം മാത്രമായിരുന്നു നമ്മുടെ വിഷയം. അയ്യപ്പനിലേക്ക് അല്ലെങ്കിൽ അയ്യപ്പന്മാരിലേക്ക്, ആ ശൃംഖലയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്നും നമ്മൾ പാണ്ഡ്യ ചോള ചേര രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ആ രാജവംശവുമായി അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷന് ഉണ്ടായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ പരിശോധിച്ചു. വൻപുലി വാഹനനായ അയ്യപ്പൻ്റെ കഥ വെറും ഒരു ഭാവനാ സൃഷ്ടിയല്ലെന്നും അതിന് ചരിത്രപരമായ ഒരു തലം കൂടെയുണ്ട് എന്നുള്ളതും നമ്മൾ ഇന്നലെയുള്ള ക്ലാസ്സിൽ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വെച്ചത് ശബരിമല ശാസ്താവ് എന്ന ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ശില ശരിക്കും ഭൃഗുകുല ജാതരെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ശാന്തമായ ഒരു സന്യാസ ജീവിതം നയിക്കുന്നതായിട്ടുമാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത്. അയ്യപ്പൻ്റെ ആ ഒരു ധർമ്മദൈവത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒരു ചരിത്രപരമായ ഒരു പുരുഷൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് ഒരു യോഗി ആയ ഒരു വ്യക്തിത്വത്തിലേക്കുള്ള ഒരു ചുവട് മാറ്റം, ഒരു പ്രവേശം ആണ് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നത്. അത് പ്രകാരം അയ്യപ്പൻ കരയിലേക്ക് പോരുന്ന വഴി പരശുരാമ മഹർഷിയെ കണ്ടു എന്നും പരശുരാമൻ അയ്യപ്പനോട് ഈ കേരളത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഏതാനും വിഗ്രഹങ്ങൾ നിലവിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും പറയുകയും ഇനി സ്വാമിയെ കണ്ട് ശബരിമലയിലും ഞാനൊരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞു അത്രേ. പരശുരാമൻ അല്ലെങ്കിൽ കൂടെ പരശുരാമനെ ഗുരുവായി വരിക്കുന്ന ഭൃഗുകുല ജാതർ അവരാവാം ശാസ്താക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. ഇതിനുള്ള കാരണം നമ്മൾ ഇന്ന് പറയാം. അത് സഖ്യാനന്ദ സ്വാമികളുടെ വരികളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഉള്ള വാക്കുകൾ തന്നെ കടമെടുത്ത് പറഞ്ഞാൽ, ദ്വാപര യുഗം അല്ലെങ്കിൽ കലിയുഗത്തിൻ്റെ ആരംഭം, ദ്വാപരയുഗ അവസാനവും കലിയുഗത്തിൻ്റെ ആരംഭവും, നമ്മളതിനെ സന്ധി എന്ന് വിളിക്കും. ഒരു യുഗം തീർന്ന് വേറൊരു യുഗം തുടങ്ങുന്ന ആ ഒരു സന്ധി. അപ്പോൾ കലിയുഗ സന്ധിയിൽ ഏകദേശം BC ഒരു 3100 വർഷം, ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ വേദാന്തികൾ ആയ ഒരുപാട് അറിവുകൾ അല്ലെങ്കിൽ ആ ഒരു യുഗമാറ്റത്തിൻ്റെ സന്ധിയിൽ ഒരുപാട് നഷ്ടം സാംസ്കാരികപരമായി അല്ലെങ്കിൽ വിജ്ഞാനപരമായി നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടം കുറേയെല്ലാം പുനരുദ്ധരിക്കപ്പെട്ടതാണ്. അതെങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് ശരിക്കും ജൈമിനി മഹർഷിയും തുടങ്ങിയ ഒരുപാട് ഋഷീശ്വരന്മാരുടെ നേതൃത്വത്തിലാണ് ആ ഒരു പുനരുദ്ധാരണം നടന്നത്. പക്ഷേ ഈ ധർമ്മമാർഗം അങ്ങനെ പുനരുദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ തിരിച്ചെടുക്കപ്പെട്ട ആ ഒരു മാർഗം, ആ ഒരു ധർമ്മമാർഗം ചില കപടചാരികളായ ബ്രാഹ്മണർ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും പുരോഹിത വർഗം എന്ന് മാത്രമാണ്. അതൊരു ജാതിയെ വർണ്ണവ്യവസ്ഥയെ അധിക്ഷേപിച്ചു കൊണ്ടല്ല.
അങ്ങനെ ഒരു പൗരോഹിത്യ വർഗത്തിൻ്റെ കൈകളിലേക്ക് വഴുതി വീണു. അവിടെ തുടങ്ങുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ കളങ്കമായ ഒരു ഏട്. അപ്പോൾ ശരിക്കും വൈദിക കാലഘട്ടം ഒക്കെ നമ്മൾക്കറിയാം, ശരിക്കും സുവർണ കാലഘട്ടമാണ്. ആ ഒരു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ധർമ്മ ആചരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഭാരതം ഈ സമൃദ്ധിയൊക്കെ കൈവരിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഭാരതം മഹാഭാരത യുദ്ധത്തെ തുടർന്ന് കലിയുഗ ആരംഭത്തിൽ ആ സന്ധി സമയങ്ങളിൽ നമ്മൾക്കറിയാം, ആ സമയത്ത് മഹാഭാരതത്തിലൊക്കെ വൈദേശികരുടെയും മറ്റു മതങ്ങളുടെ പരാമർശമൊക്കെ നമ്മൾ പ്രക്ഷിപ്തങ്ങളിൽ കാണാം. യഥാർത്ഥ മഹാഭാരത കൃതികളിലല്ല, പ്രക്ഷിപ്തങ്ങളിൽ കാണാം. അപ്പോൾ ആ പ്രക്ഷിപ്തങ്ങൾ നമ്മളോട് പറയുന്നത് തുടർന്ന് അങ്ങോട്ട് ധാരാളം വർണ്ണമിശ്രിതങ്ങളായ കാര്യങ്ങൾ, സങ്കര സമുദായങ്ങളൊക്കെ ഉണ്ടായെന്നും, അല്ലെങ്കിൽ ഗോത്രങ്ങൾ തമ്മിൽ പിന്നെ യുദ്ധങ്ങളൊക്കെ ആരംഭിക്കുകയും അങ്ങനെ തന്നെ നമ്മൾക്ക് ആ ഒരു കലിയുഗ ആരംഭത്തിൽ ശരിക്കും നമ്മുടെ യഥാർത്ഥ ധർമ്മമാർഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. ആ ധർമ്മമാർഗത്തെ തിരിച്ചു പിടിച്ചത് ശരിക്കും ജൈമിനി മഹർഷിയും തുടർന്ന് അദ്ദേഹം നേതൃത്വത്തിൽ ഒരുപാട് ഋഷീശ്വരന്മാരുടെ ശ്രമഫലമായിട്ട് ആ ധർമ്മത്തെ ഒരു പരിധി വരെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് ആ വൈദിക കാലഘട്ടത്തിൽ നിന്ന് താന്ത്രികതയൊക്കെ അല്ലെങ്കിൽ ഉയർച്ച വന്നത് ശരിക്കും ഈ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഈ ഒരു ധർമ്മമാർഗത്തെ ചില പൗരോഹിത്യ സമൂഹം, കാരണം ആ സമയം ആകുമ്പോഴേക്കും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളൊക്കെ പ്രബലമായി വരാൻ തുടങ്ങി. കലിയുഗത്തിലാണ് ക്ഷേത്രാചാരങ്ങൾ, തന്ത്രത്തിൻ്റെ ആ ഒരു ആഭിമുഖ്യം ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഭാരത സംസ്കാരം ശരിക്കും ഒരു നമ്മൾ പറയുമ്പോൾ മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഭാരതഭൂമിയിൽ ശരിക്കും എന്താണോ ധർമ്മത്തിൻ്റെ അത് ആ ഒരു ച്യുതി അങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് തന്ത്രമാർഗത്തിലൂടെ ഇതിനെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതും ഇങ്ങനെ ധാരാളം പൗരോഹിത്യ സമൂഹം ഉയർന്നു വരികയും ഈ ഒരു ധർമ്മമാർഗത്തെ അവർ കൈയടക്കി വെക്കുകയും ചെയ്തു. അതോടുകൂടി എന്തായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരത സംസ്കാരം കളങ്കിതമായി. എന്നാൽ നകുലീശ മുനി സ്ഥാപിച്ച ശൈവപരമായ അല്ലെങ്കിൽ ശൈവാചാരപരമായ പാശുപത യോഗമാർഗം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ സാവകാശം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണേതരായിരുന്നു ശരിക്കും ഈ പാശുപത മാർഗികൾ. ബ്രാഹ്മണേതർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ആ ഒരു മൂവ്മെൻറ്റിന് വിഭിന്നമായിട്ടാണ് പാശുപത മാർഗം, അതിനോട് ചേർന്ന് നിന്നിരുന്നതല്ല. അപ്പം ഇതിൻ്റെ അനുയായികൾ അധികവും തന്ത്രങ്ങളെയും ആഗമങ്ങളെയും ആശ്രമിച്ചിട്ടുള്ള ഒരു യോഗ പദങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മധ്യഭാരതമായിരുന്നു ശരിക്കും ഈ തന്ത്ര ആഗമ പതികരായ ഈ നാഗുലീശ യോഗികളുടെയൊക്കെ ഒരു കേന്ദ്രം. അതായത് ഒരു സെൻട്രൽ ഇന്ത്യ ആണ് ശരിക്കും ഈ പാശുപത അല്ലെങ്കിൽ നകുലീശ മുനിയുടെ മാർഗികൾ ശരിക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ യുഗസന്ധിയിൽ ആ തകർച്ചയിൽ പെട്ടുപോയ ശൈവധർമ്മത്തെ അല്ലെങ്കിൽ ആ പെട്ടുപോയ ശൈവധർമ്മ പുനഃസ്ഥാപനത്തിൽ ശരിക്കും ഇവർ സംഘമായി ഭാരതത്തിൻ്റെ നാനാഭാഗത്തേക്കും ഭാരതത്തിൻ്റെ പുറത്തേക്കും ഇവർ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ധർമ്മപ്രചാരണത്തിന് വേണ്ടിയിട്ട്, ഈ ശൈവധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം നടത്തുവാൻ വേണ്ടിയിട്ട്. ഈ നാഗുലീശ യോഗി സംഘം ശരിക്കും ആയുധധാരികളായ സന്യാസികളായിരുന്നു. ശരിക്കും അതിമാർഗികൾ എന്നൊക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് അവരെ വിശേഷിപ്പിക്കാം. ഈ നാഗുലീശ രാജയോഗികളുടെ വ്യവഹാര ഭാഷ സംസ്കൃതവും പൈശാചിയും പാലിയുമായിരുന്നു. ഈ 3 ലിപികൾ അല്ലെങ്കിൽ ആ ഭാഷയാണ് അവർ വ്യവഹാര ഭാഷയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നാഗുലീശ യോഗികളിൽ പരശുരാമനെ ഗുരുവായി കാണുന്ന ഭൃഗുകുല ജാതർ, ഈ ഭൃഗുകുല ജാതരുടെ ആയുധം വെൺമഴുവായിരുന്നു. ഈ ഭൃഗുകുല ജാതരാണ് ശരിക്കും വെൺമഴു ധരിച്ചിരുന്നത്. ഈ പറയുന്ന ഇത്രയും ചരിത്ര ഭാഗം ശരിക്കും സഖ്യാനന്ദ സ്വാമികളുടെ കൃതികളിൽ നിന്നാണ് എനിക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചത്. അപ്പം ശരിക്കും അയ്യപ്പൻ യോഗിയായിരുന്നു ശരിക്കും. അപ്പം ധർമ്മശാസ്താവിൻ്റെ അവതാരമായിരുന്നു, എന്നിട്ടും ആയുധധാരിയായിരുന്നു എന്നുള്ളത് ശരിക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ പറഞ്ഞ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നാഗുലീശ യോഗ പരമ്പരയിൽ പെട്ടവരുടെ ഉപദേശം സ്വീകരിച്ച ആളാണ് അയ്യപ്പൻ എന്നതിന് തെളിവായി നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നാഗുലീശ യോഗ സമ്പ്രദായം ശരിക്കും
ഈ തന്ത്രത്തിൻ്റെയും ആഗമത്തിൻ്റെയും ഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചര്യയിലൂടെ നടക്കുന്ന അവരായിരുന്നു ആ ആൾക്കാർ. അതാണ് അവരുടെ കുലദേവൻ അല്ലെങ്കിൽ കുലദേവതയായിട്ടുള്ള ആചാരം. അവർ പരശുരാമനെയാണ് ശരിക്കും കുലയോഗിയായിട്ട് പരമഗുരുവായി അല്ലെങ്കിൽ ഗുരുവായി സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം. കാരണം കേരളത്തിൽ ഈ ഭൃഗുകുല ജാതര് സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അനവധി ഉണ്ടാവും. അതിൻ്റെ ഒരു താത്വികമായ ചിത്രീകരണമായിരിക്കാം പരശുരാമൻ കേരളം വീണ്ടെടുത്തു എന്ന് പറഞ്ഞതുപോലും. അത് ഈ പറയുന്ന പോലെ പുരാണ കഥാരൂപത്തിൽ വന്നപ്പോൾ മഴുവെറിഞ്ഞ് കടലിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്തു കൊണ്ടുവന്നു എന്നൊക്കെ നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ ചരിത്രപരമായി നോക്കിയാൽ ശരിക്കും കേരളത്തിൻ്റെ പുനരുദ്ധാരണം ശരിക്കും ഈ പറയുന്ന പോലെ ഏതോ വിസ്മൃതിയിലാണ്ട് പോയി യുഗസന്ധ്യയിൽ മഹാഭാരതത്തിലെ ദ്വാപര യുഗത്തിന് ശേഷമുള്ള ആ കലിയുഗത്തിൻ്റെ ആ യുഗപ്പിറവി സമയത്ത് ആ യുഗസന്ധ്യയിൽ കേരളവും ഈ പറയുന്ന പോലെ അജ്ഞാനത്തിൽ ആണ്ട് കിടന്നിട്ടുണ്ടാവാം. ആ അജ്ഞാനത്തിൽ ആണ്ട് കിടന്ന കേരളക്കരയെ ശരിക്കും തിരിച്ചു കൊണ്ടുവന്നത് ഈ ഭൃഗുകുലീശ്വരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം ഈ ചരിത്രം പരിശോധിച്ചാൽ മതി. കാരണം ശബരിമലയിൽ ആ പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയുന്നതിനും ആധികാരികമായി നമുക്ക് കുറച്ചുകൂടെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഭൃഗകുലര് ആ ആഗമമാർഗികൾ ആണ് ആ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവാം. അപ്പോൾ അയ്യപ്പൻ ഈ ഒരു പാരമ്പര്യത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച യോഗ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്ന് നമുക്ക് തെളിവായി പറയാം. അപ്പൊ ഹിന്ദു പ്രചരണമായിരുന്നു ശരിക്കും ആരുടെ നാഗുലീശ യോഗികളുടെ ലക്ഷ്യം. അന്ന് തെക്കേ ഭാരതത്തില് ശക്തരായ വൈഷ്ണവരുമായി പൊരുത്തപ്പെട്ടു പോകത്തക്ക വിധത്തിൽ നാഗുലീശ പതികരായ അല്ലെങ്കിൽ നാഗുലീശ മാർഗത്തിൽ ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൃഗുകുല യോഗികൾ ശരിക്കും ശിവവിഷ്ണു ശക്തികളുടെ ഒരു കേന്ദ്രീകരണമായ ശാസ്താവിനെ സങ്കല്പിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഇന്നും ഈ ശാസ്താവിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ ആധ്യാത്മിക ചരിത്രം ഒരുപാട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചരിത്രപരമായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് കാര്യം അതിലുണ്ട്. കാരണം ഈ ആധ്യാത്മിക മാർഗത്തിന്റെ സമയത്ത് ആധ്യാത്മിക ഉന്നതിയിൽ ഭാരതം രമിച്ചിരുന്ന കാലത്ത് പോലും ശൈവ വൈഷ്ണവ ശാക്തേയ കൾട്ടുകൾ തമ്മിൽ ഒരുപാട് മാത്സര്യവും ഈ പറയുന്ന പോലെ യുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് ഒരു സമന്വയത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഒരു സങ്കല്പത്തെ, ഒരു വേദങ്ങളിൽ പറഞ്ഞ മഹാശാസ്ത്ര സങ്കല്പത്തെ എന്ത് ചെയ്തു? ശൈവ വൈഷ്ണവ ശക്തികളുടെ ഒരു കേന്ദ്രീകരണമായ ആ സങ്കല്പത്തെ പ്രതിഷ്ഠയാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പം ഭൃഗുകുല യോഗികളുടെ ധർമ്മ പുനഃസ്ഥാപനത്തിന്റെ ലക്ഷ്യം കൊണ്ടാണത്രേ ശാസ്താവിന് ധർമ്മശാസ്താവ് എന്ന പേര് കിട്ടിയത്. കാരണം ധാരാളം ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ധർമ്മശാസ്താവും ശാസ്താവും അയ്യപ്പനൊക്കെ. പക്ഷെ ഇത് ഒരുപാട് ക്ലാസ്സുകളിൽ നമ്മൾ അല്ലെങ്കിൽ എപ്പിസോഡ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കൊണ്ടാണ് ശരിക്കും വീണ്ടും അത് തന്നെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇന്ന് അത് പരാമർശിക്കാനുള്ളൊരു സന്ദർഭം കിട്ടിയോണ്ട് പറയാണ്. കാരണം അത് വളരെ കൃത്യമാണ്. കാരണം എന്താണ്, ശാസ്താ സങ്കല്പമാണ് നമ്മൾക്ക് യജുർവേദം മുതൽ ഇങ്ങോട്ട് നമ്മൾക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും രാമായണത്തിലൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. ഇത്രയും സ്ഥലങ്ങളിൽ ഇതിനൊക്കെ പരാമർശമുണ്ട്. അപ്പോൾ ആ പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ധർമ്മ പുനഃസ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിനായി ഭൃഗുകുല യോഗികൾ ആ കാലഘട്ടത്തില് ക്ഷേത്രങ്ങള് പ്രതിഷ്ഠകളൊക്കെ നടത്തുന്ന സമയത്ത് ഈ ശൈവശാക്ത തെക്കേ ഇന്ത്യയിൽ ഇത് കുറച്ചുകൂടെ വളരെ രൂക്ഷമായി നിന്ന സ്ഥലങ്ങളിൽ അവര് കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു ശിവവിഷ്ണു ശക്തികളുടെ കേന്ദ്രീകരണമായ വേദങ്ങളിൽ പരാമർശിച്ച ശാസ്താ സങ്കല്പം. അങ്ങനെ കാരണം എന്തുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തത്? ഭൃഗുകുല യോഗികളുടെ ലക്ഷ്യം എന്തായിരുന്നു? ധർമ്മത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ധർമ്മത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ആ ശാസ്താ സങ്കല്പത്തിന് ധർമ്മശാസ്താവ് എന്ന പേര് കിട്ടി എന്നും പറയപ്പെടുന്നു. ആഗമഗ്രന്ഥങ്ങളിൽ കാരണം നാഗുലീശ്വരുടെ അടിസ്ഥാനം ആഗമങ്ങളും തന്ത്രഗ്രന്ഥങ്ങളുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ കാരണാഗമം, സുപ്രഭേദാഗമം തുടങ്ങിയ ആഗമ ഗ്രന്ഥങ്ങളിൽ ശാസ്താവിന്റെ രൂപം വർണ്ണിക്കപ്പെടുന്നുണ്ട്. ശരിക്കും അത് ശബരിമലയിൽ 18-ാം നൂറ്റാണ്ടിൽ പോലും ആഗമ പദത്തിലുള്ള താന്ത്രിക ആചാരങ്ങളായ മൃഗബലി തുടങ്ങിയവ നിലനിന്നിരുന്നു എന്നതിനും ഇത് ഒരു ഉപോൽപലക അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് ഇതൊന്ന് ശക്തമാക്കുന്ന തരം തെളിവുകളാണത്. കാരണം അതുകൊണ്ട് തന്നെ വെൺമഴുധാരികളായ മൃഗകുല യോഗികളുമായി ശബരിമലയിൽ അയ്യപ്പൻ നടത്തിയ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയ്ക്ക് ബന്ധമുണ്ടാവാം എന്ന് നമുക്ക് ചരിത്രപരമായ വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും.
ഇനി കഥ കുറച്ചുകൂടെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോയാൽ കാലങ്ങൾ പിന്നെയും കടന്നു പോയ സമയത്ത് പാണ്ഡ്യരാജ്യ കൊട്ടാരത്തിൽ വീണ്ടും ഈ ഉപചാപങ്ങളും അന്തഛിദ്രങ്ങളും ഒക്കെ തല ഉയർത്തി. അപ്പോൾ നമ്മൾക്കറിയാം, അയ്യപ്പനെ പോലുള്ള ഒരു ഉത്തമ അനുചരൻ ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെയുള്ള ഇത് രാജകൊട്ടാരത്തിൽ വീണ്ടും, കാരണം അയ്യപ്പൻ കേരള നാട്ടിലേക്ക് വന്നല്ലോ. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശക്തി, അധികാരം ഒക്കെ പാണ്ഡ്യരാജാവിൻ്റെ ക്ഷയിക്കുകയും രാജപദവി നഷ്ടപ്പെടുകയും മധുര ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. കാരണം എന്താണ്? അയ്യപ്പൻ തിരിച്ച് കേരള നാട്ടിലേക്ക് വന്നു അല്ലേ. അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു. അദ്ദേഹത്തിന് അപകടം വന്ന സമയത്ത് അയ്യപ്പൻ പോയി രക്ഷിച്ചു. അദ്ദേഹത്തിന് ആ രാജപദവി നിലനിർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അയ്യപ്പൻ എന്ന ആ ഒരു ആത്മാർത്ഥ അനുചരൻ്റെ അഭാവത്തിൽ വീണ്ടും ഉപചാപങ്ങളും അന്തഛിദ്രങ്ങളും ഒക്കെ കൊട്ടാരത്തിൽ തല ഉയർത്തി അത് രാജവംശത്തെ ക്ഷയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ശക്തിയും അധികാരവും ഒക്കെ ക്ഷീണിച്ച് രാജപദവി നഷ്ടപ്പെട്ട് മധുര ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ അധികാരം നഷ്ടപ്പെട്ട അയ്യപ്പൻ്റെ സുഹൃത്തായ ആ ഒരു രാജാവ് പാണ്ഡ്യരാജൻ ആളുടെ സ്വത്തുക്കളൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്ത്, അല്ലെങ്കിൽ സ്ഥാവരങ്ങളായ വസ്തുക്കൾ എന്ത് ചെയ്തു? പാട്ടത്തിന് കൊടുത്തു. ബാക്കിയുള്ള പണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് മലയാള നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ ചേര രാജാവിനോടും അയ്യപ്പനോടുമുള്ള സൗഹൃദം ആ യാത്രയ്ക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. AD ഒരു 904 നിലയ്ക്കലെത്തിയ ആ രാജകുടുംബം പക്ഷേ അവർക്ക് നേരിടേണ്ടി വന്നത് തദ്ദേശവാസികളുമായുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുകയുണ്ടായി. അപ്പോൾ പാണ്ഡ്യരാജ്യത്തുനിന്ന് വന്ന് ഇവിടെ താവളം അടിക്കാൻ നോക്കിയ സമയത്ത് തദ്ദേശവാസികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുകയും തുടർന്ന് അവിടെ നിന്ന് മാറി അച്ഛൻ കോവിലിലേക്ക് ആ രാജകുടുംബം താമസം മാറ്റുകയും ചെയ്തു. അപ്പോൾ അച്ഛൻ കോവിലകം തീർത്ത് കഴിഞ്ഞു കൂടുമ്പോൾ അവിടുന്ന് ഒരു വിഭാഗം കോന്നിയൂരിലേക്ക് മാറുകയുണ്ടായി. അപ്പോൾ AD ഒരു 904 മുതൽ 947 അല്ലെങ്കിൽ 907 മുതൽ ഒരു 40 വർഷക്കാലം, 904 ശേഷം ഒരു 40 വർഷക്കാലം ചോള രാജ്യം ഭരിച്ചിരുന്നത് പരാന്തക ചോളൻ. അപ്പോൾ പാണ്ഡ്യരാജാവായ മാരവർമ്മൻ രാജസിംഹനെ അദ്ദേഹം തോൽപ്പിച്ച് നാട്ടിൽ നിന്നും പലായനം ചെയ്യിപ്പിച്ചു. ഇതിനൊക്കെ രേഖയുണ്ട് ശരിക്കും ചരിത്രത്തിൽ. അതായത് പാണ്ഡ്യരാജാവായ മാരവർമ്മൻ രാജസിംഹന്റെ അഥവാ അദ്ദേഹത്തിന്റെ പിതാവിൻ്റെയോ സേനാനായകനായിരുന്നിരിക്കാം അയ്യപ്പൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 907 മുതൽ 4 ശേഷമുള്ള ഒരു 40 വർഷം ചോള രാജ്യം ഭരിച്ചിരുന്നത് പരാന്തക ചോളനാണ്. പക്ഷെ ആ പരാന്തക ചോളൻ മാരവർമ്മൻ രാജസിംഹനെ എന്ന പാണ്ഡ്യരാജാവിനെ തോൽപ്പിച്ച് നാട്ടിൽ നിന്ന് അദ്ദേഹത്തെ പലായനം ചെയ്യിപ്പിച്ചു എന്നതിന് ചരിത്രത്തിൽ രേഖയുണ്ട്. അപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ആ പാണ്ഡ്യരാജാവായ മാരവർമ്മൻ രാജസിംഹന്റെ അഥവാ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയോ സേനാനായകനായിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ AD 907 മുതലാണ് പരാന്തക ചോളൻ നാടുവാണതെങ്കിൽ, അവിടെ ചോളരാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ പരാന്തക ചോളനാൽ തോൽപ്പിച്ച് ഓടിക്കപ്പെട്ട പാണ്ഡ്യരാജാവ് എങ്ങനെയാണ് 904 അല്ലേ 907 മുതൽ അല്ലെങ്കിൽ 904 ശേഷമാണ് അവിടെ ഭരണം നടത്തിയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇവിടെ നിലയ്ക്കൽ നമ്മൾ ഇവരെത്തിയത് 904 കാലഘട്ടത്തിലാണെന്ന് പറയുകയും ചെയ്തു. ഇവിടെ എന്തോ ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിൽ നമുക്ക് എന്തോ ഒരു മിസ്മാച്ച് കാണാം ശരിക്കും. പക്ഷെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പരാന്തക ചോളന്റെ ഭരണകാലവും പാണ്ഡ്യരാജ്യത്തിൻ്റെ കീഴടങ്ങലും ഒക്കെ 904 മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ടാവണം. അല്ലെങ്കിൽ അക്കാലത്തെ മധുര രാജാവായ മാരവർമ്മൻ എന്ന് പറയുന്ന മാരവർമ്മൻ രാജസിംഹൻ ആയിരിക്കില്ല, മറിച്ച് ചോള രാജാവിനാൽ തോൽപ്പിക്കപ്പെട്ട് പാണ്ഡ്യ രാജവംശത്തിൻ്റെ മറ്റേതോ ശാഖയിൽപ്പെട്ട രാജാവാണ് ശരിക്കും നിലയ്ക്കയിൽ എത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എങ്കിലും മധുര എങ്ങനെയാണ് ഈ രാജാവുമായി ബന്ധപ്പെടുന്നത് എന്ന് നമുക്ക് ഒന്ന് വിശദീകരിക്കേണ്ടി വരുമല്ലോ. മധുരയും ഈ പറയുന്ന രാജവംശവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു കോംപ്ലിക്കേഷൻ, ഈ ഒരു നൂലാമാലയ്ക്ക് നമുക്ക് ആകെയുള്ള ഒരു പരിഹാരം, ഒരു സൊല്യൂഷൻ എന്താണ്? പഞ്ചപാണ്ഡ്യന്മാർ മധുര ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആകെയുള്ള ഒരു സൊല്യൂഷൻ.
ഒരു രാജാവിൻ്റെ കീഴിലല്ല, മറിച്ച് പരസ്പരം കുടുംബ ബന്ധമുള്ള ഒന്നിലധികം രാജവംശങ്ങളാണ് ശരിക്കും മധുര ക്യാപിറ്റലാക്കി വെച്ചിട്ട് പാണ്ഡ്യരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭരിച്ചിരുന്നുണ്ട്. അപ്പം ഈ മധുര പാണ്ഡ്യന്മാരുടെ പ്രധാന രാജധാനിയായിരുന്നു എന്ന് മാത്രം നമുക്ക് കണക്കിലാക്കിയാൽ മതി. കാരണം വിവിധ പ്രോവിൻസസ് ചേർന്ന് ഒരു ക്യാപിറ്റലിൻ്റെ കീഴിൽ, ഒരു സെൻട്രൽ സ്ട്രക്ചറിൻ്റെ കീഴിൽ വിവിധ രാജവംശങ്ങൾ, കുടുംബ ബന്ധമുള്ള രാജവംശങ്ങൾ പരസ്പരം ഇൻഡിപെൻഡൻ്റ് ആയി ഭരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ പല രാജവംശങ്ങളും പല കാലങ്ങളിലായിട്ട് ഈ ചോള രാജാക്കന്മാരുമായി യുദ്ധം ചെയ്ത് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ മാരവർമ്മൻ രാജസിംഹനല്ല, മറിച്ച് പാണ്ഡ്യവംശത്തിൽപ്പെട്ട AD 904 ചോളരാൽ തോൽപ്പിക്കപ്പെട്ട് പലായനം ചെയ്ത് മറ്റേതോ പാണ്ഡ്യ രാജാവാണ് നിലയ്ക്കലെത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അപ്പം ഇത് പറഞ്ഞു വന്നത് ഈ ഇവരെന്തുകൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്യാനുള്ള കാരണം ഈ പറയുന്ന ചോള രാജാവിനാൽ, പരാന്തക ചോളനാൽ യുദ്ധം നേരിടേണ്ടി വന്നു. ആ പരാന്തക ചോളൻ്റെ യുദ്ധം നേരിട്ടതിന് ശേഷം ഇവർ നിലയ്ക്കലേക്ക് പലായനം ചെയ്തതായിട്ട് നമ്മൾക്ക് അനുമാനിക്കേണ്ടി വരും, ചരിത്രരേഖകൾ പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ അത് ഈ പറയുന്ന പോലെ മാരവർമ്മൻ ചോളനായിരിക്കണം നിലയ്ക്കലെത്തിയതിൽ നിന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്ത് മധുര കേന്ദ്രമാക്കി കുടുംബ ബന്ധങ്ങളുള്ള ഈ പാണ്ഡ്യ രാജവംശമാണ് ശരിക്കും ഈ ഭരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലെ എല്ലാ രാജവംശങ്ങളും അല്ലെങ്കിൽ എല്ലാ ബന്ധമുള്ള ഈ രാജകുടുംബങ്ങൾക്കും ഈ ചോള രാജാക്കന്മാരിൽ നിന്ന് ആക്രമണം നേരിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ ഓരോ വിഭാഗം തോൽവി ഏറ്റുവാങ്ങിയതിന് ശേഷം കേരളത്തിലേക്ക് പലായനം ചെയ്തതാവാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു രാജാവായിരിക്കാം നിലയ്ക്കൽ എത്തിയത് 904. അപ്പോൾ വീണ്ടും നമ്മൾ ചരിത്രം മുൻപോട്ട് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് അയ്യപ്പൻ ശബരിമലയിലുണ്ട് എന്നറിയാവുന്ന പാണ്ഡ്യരാജാവ് ഒരിക്കൽ ഈ അയ്യപ്പനെ തപസ്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഗുലീശ്വര യോഗ പരമ്പരയിൽ അവരുടെ ഉപദേശം അല്ലെങ്കിൽ മന്ത്രോപദേശം ഒക്കെ സ്വീകരിച്ച് ഒരു യോഗിയെ പോലെ ജീവിക്കുന്ന അയ്യപ്പനെ കാണാൻ അറിഞ്ഞതിന് ശേഷം ശബരിമലയിലേക്ക് പുറപ്പെട്ടു എന്നാണ്. പക്ഷേ അതിന് മുൻപ് തന്നെ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു അയ്യപ്പ ശൃംഖലയിലെ ആദ്യത്തെ അയ്യപ്പൻ ശബരിമലയിൽ വെച്ച് തന്നെ സമാധിയായി കഴിഞ്ഞു എന്നിരുന്ന ഒരു ചരിത്രരേഖയും നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ അയ്യപ്പൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം മാത്രമാണ് ശബരിമലയിൽ തങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ തങ്ങളുടെ സൗഹൃദം, അയ്യപ്പനുമായിട്ട് ഈ ഒരു സൗഹൃദത്തിൻ്റെ ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൃഹത്തായ ഒരു ക്ഷേത്രം അവിടെ പണിയിപ്പിക്കുകയും ആ ക്ഷേത്രത്തിൽ ഉണ്ടാക്കേണ്ട ആചരണ പദ്ധതികൾ ശരിക്കും തന്ത്രത്തിൻ്റെയും ആഗമഗ്രന്ഥങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ, അന്ന് ലഭ്യമായ പൂജാ പദ്ധതികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ പറയുന്ന ഘോരവനത്തിലായിരുന്നു അയ്യപ്പൻ. കാരണം ഒരു യോഗമാർഗ്ഗമായിരുന്നു. നാട്ടിൽ നിന്ന് പിൻവലിഞ്ഞിട്ടാണ് അയ്യപ്പൻ ശരിക്കും ശബരിമലയിൽ യോഗാവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾവനത്തിലായിരിക്കും സ്വാഭാവികമായിട്ടും അയ്യപ്പൻ്റെ വാസസ്ഥലം. അതുകൊണ്ട് തന്നെ ദുഷ്ടമൃഗങ്ങളൊക്കെ നിറഞ്ഞ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ ആ ഒരു വനപ്രദേശത്ത് മനുഷ്യർ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകാൻ വളരെ വിഷമമായിരിക്കും, നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള പൂജ ആചാരങ്ങളൊക്കെ മാസത്തിൽ വെറും ഒരു 5 ദിവസം മാത്രമായിട്ട് പൂജ നടത്തുവാൻ വേണ്ടിയിട്ട് നിഷ്കർഷമുണ്ടായി എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയ്യപ്പൻ, ഞാൻ പറഞ്ഞു ഈ അയ്യ അപ്പ എന്ന് പറഞ്ഞാലും ഐ എന്ന് പറഞ്ഞാലും തമിഴിൽ 5 എന്നുള്ള ഒരു അർത്ഥമുണ്ട്. 5 എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനും സാധിക്കുന്നു. ഇവിടെയും ഇപ്പം പറയുന്നത് എന്താണ്? 5 മാസത്തിൽ 5 ദിവസത്തെ പൂജ. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൂതനാഥൻ എന്ന് പറയുമ്പം പ്രപഞ്ചത്തെ ആലോചിച്ച് നോക്കിയാൽ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങൾ, അവിടെയും നമുക്ക് 5 എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് കാണുവാൻ വേണ്ടി സാധിക്കും. ഇനി അയ്യപ്പൻ്റെ യഥാർത്ഥ ഉത്സവം അത് മകരസംക്രമം തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ടുള്ള 5 ദിവസമാണ്. അപ്പം ഈ 5 എന്നുള്ളതിന് ശബരിമലയും അയ്യപ്പനുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട് എന്ന് നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ പോലും അത് വ്യക്തമാണ് എന്നുള്ളതാണ്. അത് പുരാണത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന വേദപരാമർശങ്ങളോ ശാസ്ത്രകൽപ്പം പോലെയുള്ള പൂജാശാസ്ത്രകൽപ്പം പോലെയുള്ള ഗ്രന്ഥങ്ങളിലോ മാത്രമല്ല, പക്ഷേ
ചരിത്രത്തിൽ പോലും ആ 5 എന്നുള്ളത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാർഷിക പൂജ മകരസംക്രമ ദിവസം ഒരു വിശേഷ പൂജയായിരിക്കും. അന്ന് മുതൽ അവിടെയും 5 ദിവസമാണ് ഉത്സവമായി ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിക്കുന്നത്. ഈ സമയം പാണ്ഡ്യ രാജകുടുംബം അച്ചൻകോവിലിൽ ആയിരുന്ന കാലത്താണ്. കാരണം നിലയ്ക്കൽ നമ്മൾ പറഞ്ഞു, അവിടുത്തെ തദ്ദേശവാസികളോട് അവർക്ക് എതിർപ്പ് നേരിടേണ്ടി വന്നതുകൊണ്ട് അവിടുന്ന് നിലയ്ക്കലേക്ക് അച്ചൻകോവിലിലേക്ക് താമസം മാറേണ്ടി വന്നു. അപ്പം ആദ്യത്തെ അയ്യപ്പൻ്റെയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി അല്ലെങ്കിൽ സുഹൃത്തായിരുന്ന ആ പാണ്ഡ്യരാജൻ്റെയും മരണം ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഐതിഹ്യം നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സത്യാവസ്ഥയിലേക്ക് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ഐതിഹ്യത്തിന് കുറച്ചുകൂടെ ചരിത്രവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് കുറച്ചുകൂടെ നമ്മൾക്ക് സ്വീകാര്യതയുള്ള ഒരു അയ്യപ്പൻ്റെ പ്രസോണയാണ് അല്ലെങ്കിൽ വ്യക്തിത്വമാണ്. അപ്പോൾ മധുര രാജാവിൻ്റെ സേനാപതിയും ഈ പറഞ്ഞ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്ഥാപകനും മധുരയിലെ ആ പാണ്ഡ്യ രാജാവിൻ്റെ സഖാവുമായിരുന്ന അല്ലെങ്കിൽ സഹചാരിയുമായിരുന്ന ഇദ്ദേഹമാണ് ആദ്യത്തെ അയ്യപ്പൻ. ഇപ്പോൾ ഭൃഗുകുല ബ്രാഹ്മണരുടെ സഹായത്തോടെയാണ് ശരിക്കും ശബരിമലയിൽ ശാസ്താപ്രതിഷ്ഠ നടത്തിയത്. അന്ന് നമ്മൾ കണ്ടുവല്ലോ, നമ്മൾ കുറച്ച് നേരത്തെ അത് പരിശോധിച്ചപ്പോൾ നാഗുലീശന്മാരുടെ ശൈവ പതികരുടെ സഹായത്താൽ അവരുടെ ഗുരുവായ പരശുരാമൻ്റെ സിദ്ധാന്ത പ്രകാരമാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഭൃഗുകുല ഇതിന് പാണ്ഡ്യ രാജവംശ ബന്ധം, ഇതിനുമുണ്ട് ഒരു പാണ്ഡ്യ രാജവംശ ബന്ധം. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ക്ഷത്രിയരായ പാണ്ഡ്യ രാജാക്കന്മാർ ഭാർഗവ ഗോത്രത്തിൽപ്പെട്ടവരാണ് ശരിക്കും. അപ്പം ഭാർഗവ ഗോത്രം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പരശുരാമൻ്റെ അല്ലേ. അവർക്ക് ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ശിവൻ, വിഷ്ണു, മധുര മീനാക്ഷി എന്നീ മൂർത്തികളെയാണ് ശരിക്കും അവർ കുടുംബത്തിൽ പൂജിച്ച് ആരാധിച്ചിരുന്നത്. അപ്പം വേറെയും ഒരു തലം നമ്മൾ പരിശോധിക്കുകയാണ് ഈ ഒരു ആരാധനാ സമ്പ്രദായത്തിൽ. അപ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോഴാണ് എന്താണ് പാണ്ഡ്യ രാജവംശത്തിൻ്റെയും മാർഗം ഏതാണ്ട് ഭാർഗവ ഗോത്രത്തിൽ തന്നെയായിരുന്നു. അവരുടെ കുടുംബപരമായ അല്ലെങ്കിൽ കുലദേവതാപരമായ ആരാധനാ സമ്പ്രദായം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ശാസ്താവ്, സുബ്രഹ്മണ്യൻ, ശിവൻ, വിഷ്ണു, മധുര മീനാക്ഷി എന്നീ മൂർത്തികളെയാണ് അവർ കുടുംബത്തിൽ പൂജിച്ച് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പാണ്ഡ്യ രാജാക്കന്മാരുടെ ഈ സമ്പ്രദായത്തോടുള്ള ബഹുമാനത്തിൻ്റെ സ്വാധീനത്താൽ കൂടിയാവാം അയ്യപ്പൻ ഭൃഗുകുല ബ്രാഹ്മണരെ കൊണ്ട് ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ നടത്തിച്ചത്. അങ്ങനെയും നമ്മൾക്ക് ഒരു തലം പരിശോധിക്കുമ്പോൾ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ശബരിമലയിൽ ശരിക്കും ആദ്യമായി അദ്ദേഹം പ്രതിഷ്ഠിച്ച ശാസ്താവിൻ്റെ വിഗ്രഹം, അയ്യപ്പൻ പ്രതിഷ്ഠിച്ച ശാസ്താവിൻ്റെ വിഗ്രഹം മധുരയിൽ നിന്ന് വന്ന് കേരള നാട്ടിൽ താമസം ഉറപ്പിച്ച ആ പാണ്ഡ്യ രാജാവിൻ്റെ പരിഷ്കരണ നടപടികളോടുകൂടി ചിട്ടയാർന്ന അനുഷ്ഠാനങ്ങളുള്ള ഒരു ക്ഷേത്രമായി തീർന്നു. അപ്പോൾ ശരിക്കും ശബരിമല ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോൾ അത് എന്തുകൊണ്ട് പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ആ കാലഘട്ടത്തിലുള്ള ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മഹാഭാരത കാലഘട്ടത്തിന് ശേഷം, അതായത് ദ്വാപര യുഗത്തിന് ശേഷം കലിയുഗ ആരംഭത്തിൻ്റെ ആ സന്ധി കാലഘട്ടത്തിൽ ധർമ്മത്തിന് വന്ന ച്യുതിയിൽ എന്ത് സംഭവിച്ചു? ജൈമിനി മഹർഷിയുടെ നേതൃത്വത്തിൽ ആ ധർമ്മത്തെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി ശ്രമമുണ്ടായി. പക്ഷെ ആ തന്ത്ര ആഗമങ്ങളുടെയൊക്കെ വരവോടുകൂടി ക്ഷേത്രങ്ങളും ആചാര പദ്ധതികളും പൗരോഹിത്യ സമൂഹവും ഉടലെടുത്തു. അങ്ങനെ നമ്മുടെ ധർമ്മത്തിൻ്റെ ഒരു സംസ്കൃതി, ധർമ്മത്തിൻ്റെ ആചരണങ്ങൾ ഒരു കളങ്കിതരായ ഈ ഒരു പൗരോഹിത്യ വർഗത്തിൻ്റെ കയ്യിൽ അകപ്പെടുകയും ധർമ്മത്തിൻ്റെ ആ യഥാർത്ഥ സത്ത കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രമായി ധർമ്മം ക്ഷയിച്ചു, അല്ലെങ്കിൽ കളങ്കിതമായി. അങ്ങനെ അതിനെ കുറച്ചുകൂടി വ്യാപിപ്പിക്കാനും ആ സമയത്താണ് പുരാതന ഭാരതത്തിൽ ശൈവ, ശാക്ത, വൈഷ്ണവ സമ്പ്രദായങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരു പരിഹാരം എന്ന നിലയിൽ മധ്യ ഇന്ത്യ അല്ലെങ്കിൽ മധ്യഭാരതം കേന്ദ്രീകരിച്ച് ഭൃഗുകുല ജാതർ എന്ന് വിളിക്കുന്ന നാഗുലീശ മുനിയുടെ പിൻഗാമികളായി വർത്തിക്കുന്ന ആ സന്യാസ പരമ്പര, അവർ ആയുധധാരികളായ സന്യാസികളായിരുന്നു. അവർ ഭാരതത്തിനുള്ളിലും അതുപോലെ തന്നെ ഭാരതത്തിന് പുറത്തും സഞ്ചരിച്ച് ഈ ഒരു സംസ്കാരത്തെ പരമാവധി
അല്ലെങ്കിൽ ഈ ഒരു ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പുരാണങ്ങളിൽ രേഖപ്പെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ കേരള ചരിത്രത്തെയൊക്കെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളത്തെ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ, ചരിത്രം നോക്കുന്ന സമയത്ത് ഈ നാഗുലീശ വിഭാഗത്തിൽ പെടുന്ന ആളുകളുടെ ആയുധം പെൺമഴുവാണ്, അവരുടെ ഗുരു പരശുരാമനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന കേരളത്തെ വീണ്ടെടുത്തവരാരാണ് എന്ന് ചോദിച്ചാൽ ഈ നാഗുലീശ സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ നാഗുലീശ മാർഗത്തിൽ നിന്ന് എന്താ പറയുക, ദീക്ഷ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിച്ചിട്ടാണ് അയ്യപ്പനും ഒരു യോഗമാർഗത്തിൽ ചരിക്കുന്നുണ്ടായത്. അങ്ങനെ രാജവംശത്തിൻ്റെ, പാണ്ഡ്യ രാജവംശത്തിൻ്റെ കഥ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് മധുരയിൽ ചോള രാജാവുമായി അവർക്ക് ഏറ്റുമുട്ടൽ നേരിടേണ്ടി വന്നു. അങ്ങനെ പല രാജകുടുംബങ്ങളും പാണ്ഡ്യ രാജവംശങ്ങളും കേരള പ്രദേശത്തേക്ക് വരേണ്ടി വന്നു. കേരള പ്രദേശത്തേക്ക് ആദ്യം അവർ നിലയ്ക്കലെത്തിയെങ്കിലും നിലയ്ക്കൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ എതിർപ്പ് വളരെ വലിയ പോരാട്ടമൊക്കെ നടത്തി അവിടുന്ന് അവർക്ക് മാറേണ്ടി വന്നു അച്ഛൻ കോവിലേക്ക്. അങ്ങനെ ആ സമയം അയ്യപ്പൻ വനത്തിൽ, ഈ പറയുന്ന ഘോര വനത്തിൽ തന്നെ യോഗിയായി കഴിയുന്ന കാലമാണ്. പക്ഷെ ആ സമയത്ത് ഇവർ ഈ രാജവംശം അച്ഛൻ കോവിലിൽ താമസമാക്കിയതിന് ശേഷം അയ്യപ്പനെ തേടി ശബരിമലയിൽ എത്തിയെങ്കിലും അയ്യപ്പൻ ആ സമയമാകുമ്പോഴേക്കും സമാധി അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്യപ്പൻ സമാധി അടഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അയ്യപ്പൻ്റെ ആ സമാധി യോഗ ജീവിതം നയിച്ച കാലഘട്ടത്തിൽ, അല്ലെ യോഗീശ്വര ജീവിതം നയിച്ച കാലഘട്ടത്തിൽ ഈ നാഗുലീശ്വര സമ്പ്രദായക്കാരുടെ സഹായത്താൽ അവിടെ ധർമ്മശാസ്താവിൻ്റെ ഒരു പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ചെയ്യുകയുണ്ടായി. രാജാവിന് അയ്യപ്പൻ സമാധിയായി എന്നറിഞ്ഞതിന് ശേഷം അയ്യപ്പനുമായിട്ടുള്ള ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ആ ക്ഷേത്രത്തിന് കൃത്യമായ ഒരു ആചരണ പദ്ധതി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ കണ്ടുല്ലേ. ഇത്രയും നമ്മൾ പരിശോധിച്ചത് അതാണ്. അപ്പോൾ ആ പാണ്ഡ്യ രാജാവിൻ്റെ പരിഷ്കരണ നടപടികളോടും ചിട്ടയായ അനുഷ്ഠാന പദ്ധതികളുടെയൊക്കെ ശ്രമഫലം കൊണ്ട് എന്തായി, ശബരിമല ഒരു ലക്ഷണമൊത്ത ക്ഷേത്രമായി തീർന്നു. താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആദിവാസിയായ പാണ്ഡ്യ സേനാനായകനായിരുന്ന അയ്യപ്പൻ്റെ ഉപാസനമൂർത്തി. ഈ അയ്യപ്പനെ ആണ് ശരിക്കും നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ കലിയുഗത്തിൽ അവിടെ നമ്മൾ സങ്കല്പിച്ച് ആരാധിച്ച് വരുന്നത്. അപ്പോൾ അയ്യപ്പൻ എന്ന ചരിത്ര പുരുഷനെ ഒരു ദൈവമായി കണ്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവിക പരിവേഷം അദ്ദേഹത്തിനുണ്ടായത് കൊണ്ട് പാണ്ഡ്യ രാജാവിൻ്റെ മനസ്സിലുണ്ടായ സ്ഥാനവും ആ ജനങ്ങൾക്കുണ്ടായതും അയ്യപ്പൻ സ്വീകരിച്ച ഒരു ഉപാസനാ മാർഗവും ഒക്കെ ചരിത്രപരമായി നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ധാരണയിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഐതിഹ്യത്തെ എടുത്തു നോക്കിയാൽ. ശരിക്കും അയ്യപ്പൻ്റെ പേര്, ഈ ഒരു മൂർത്തിയുടെ പേര് അല്ലെങ്കിൽ ഈ ചരിത്ര പുരുഷൻ്റെ പേര് നമ്മൾ അയ്യപ്പൻ എന്നാണ് ഈ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അത് മാറച്ചൻ എന്നാണ് പേര്. ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? ശരിക്കും അവർ പാണ്ഡ്യ രാജാവിൻ്റെ സേനാനായകനാ സുഹൃത്തുമായിരുന്നു ശരിക്കും ഈ അയ്യപ്പൻ. ജീവിതകാലം ഏകദേശം AD 890 മുതൽ ഒരു 904 വരെ, അല്ലെങ്കിൽ AD 800 സമീപം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും കൃത്യമായി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു 834 മുതൽ എന്നൊക്കെ പറയാം. ഏകദേശം ഒരു 10-70 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോൾ അത് ഈ ഐതിഹ്യവും ഈ രേഖകളൊക്കെ ഇതിലൂടെ സഞ്ചരിച്ച് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സംഖ്യയാണ്. എന്തൊക്കെയാണ് ആ ജീവിതകാലത്ത് അയ്യപ്പൻ ചെയ്ത കൃത്യങ്ങൾ എന്ന് ചോദിച്ചാൽ, മധുരയിലെ പാണ്ഡ്യ രാജാവിന് വേണ്ടി പല്ലവ രാജാവായ വെട്ടുമരുതനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വധിച്ചു. അതുപോലെ തന്നെ ശബരിമലയിൽ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ നടത്തി എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. മരണം ശരിക്കും ആര്യങ്കാവ് അഥവാ ശബരിമലയിൽ വെച്ചിട്ടാണ് സമാധിയായത്. അപ്പം ആരൊക്കെയായിരുന്നു സഹചാരികൾ എന്ന് പറഞ്ഞാൽ, സഹോദരനായ മാറച്ചൻ ജനനം മുതൽ മരണം വരെയും അയ്യപ്പൻ്റെ സഹചാരിയായിരുന്നു. അതുപോലെ അയ്യപ്പന് 3 വേട്ടനായ്ക്കൾ ഉണ്ടായിരുന്നു. കാരണം അയ്യപ്പൻ്റെ പരിവാരം നോക്കുമ്പോൾ വേട്ടനായ്ക്കളാണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ മലബാരത്തിലുള്ള പേരുകളൊക്കെ തന്നെയാണ്. ദുഷ്ടൻ, ചേമൻ, കരുമറവൻ എന്നൊക്കെ ഉള്ള പേരാണ്.
ആ നായ്ക്കൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സഹചാരിയുടെ പേര് കണ്ടൻ എന്നാണ്, പിന്നെ ഒരു സഹചാരി ചാത്തൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ, ചില മധുരവാസികളുടെ പേര് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഒന്ന് ആയിയമ്മ, അതുപോലെ തന്നെ കേശവൻ ചെട്ടിയാർ, അതുപോലെ മാമലയൻ, മൊട്ടയ്യൻ എന്നൊക്കെ ഈ പറയുന്ന അയ്യപ്പൻ ഒന്നാമൻ്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്ന ചില മധുരവാസികളാണ്. അപ്പോൾ അയ്യപ്പൻ പോലും ശരിക്കും ശബരിമലയെ ആര്യൻകാവ് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ആര്യൻകാവ് ആദ്യത്തെ അയ്യപ്പന് മുൻപ് തന്നെ ആരാധനാ സ്ഥാനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താണ്? ആര്യൻ എന്ന പരാമർശം ഇവിടെ നിലവിലുണ്ടായ പൗരാണിക ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയെ സംബന്ധിച്ചിട്ടുണ്ടാവാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം. കാരണം കാവ് എന്നുള്ളത് ദേവിയുടെ സ്ഥാനത്തിന് സാമാന്യേന നമ്മൾ പറയുന്നതാണ്. കാരണം ക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റ് ഈ പറയുന്ന ഒരു ദക്ഷിണാചാരത്തിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക പുരോഗമനത്തിൽ ഉണ്ടായി വന്നതാണ്. കേരളത്തിൽ നമുക്ക് എടുത്തു നോക്കിയാൽ തന്നെ ദേവി ആരാധന മിക്കതും കാവ് സമ്പ്രദായത്തിലാണ് ഉണ്ടായിരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അയ്യപ്പൻ്റെ ആരാധനാ ദേവതകളാണ് ശരിക്കും ആര്യൻകാവിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ മലബാര സമ്പ്രദായം, കാരണം ഈ പാണ്ഡ്യരാജൻ വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു തന്ത്ര ആഗമ രീതിയിലുള്ള ഒരു താന്ത്രികമായ പൂജാക്രമങ്ങൾ, അനുഷ്ഠാന പദ്ധതികളൊക്കെ ആ രാജാവ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപേ തന്നെ അയ്യപ്പൻ ഈ പറയുന്ന ആര്യൻകാവിൽ ഉണ്ടായത് എന്തായിരിക്കാം സമ്പ്രദായം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു മലബാര സമ്പ്രദായത്തിലുള്ള ആചാര പദ്ധതികൾ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അവിടെ മൃഗബലി ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആയുധ അഭ്യാസത്തിനും വെട്ടുമാരുതനുമായ ആ യുദ്ധത്തിന് മുമ്പ് ശരിക്കും അയ്യപ്പൻ മായാക്കുരു എന്ന് പറയുന്ന ഒരു ദേവതയെയാണ് ശരിക്കും മനസ്സിൽ നനയ്ക്കുന്നത്. അപ്പം ശരിക്കും മായാക്കുരു ആരാണെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രകൃതീശ്വരിയാണ് മായാക്കുരു എന്ന നാമധേയം. കാരണം പുരാണ സമ്പ്രദായങ്ങളൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. കാരണം ഇതൊക്കെ എവിടെയൊക്കെ ദ്രാവിഡ സങ്കല്പമാണ്, വനവാസി ആയതിനാൽ മലബാര സമ്പ്രദായ നാമങ്ങളൊക്കെയാണ് നമ്മൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം മായോൻ, ചേയോൻ എന്നൊക്കെ നമ്മൾ കണ്ടുല്ലോ കുറേ മുമ്പേ. അത് സുബ്രഹ്മണ്യനായി മാറി അല്ലെ കൃഷ്ണനായി മാറുന്നതും പിള്ളയാർ ഗണപതിയായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. മായാഗുരു എന്ന് പറഞ്ഞാൽ പ്രകൃതീശ്വരി ഭഗവതിയാണ് ശരിക്കും. അതിനാൽ ധർമ്മശാസ്താവിൻ്റെയും ഭഗവതിയുടെയും പ്രതിഷ്ഠ ശരിക്കും ആര്യൻകാവിൽ പൗരാണികമായി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ, ഈ പറയുന്ന ചരിത്ര വ്യക്തിയായ അയ്യപ്പന് മുൻപേ തന്നെ നിലവിലുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അത് എങ്ങനെയാണ് ഈ തിയറിയിലേക്ക് നമ്മൾ എത്തുന്നത് എന്ന് ചോദിച്ചാൽ ശരിക്കും ഇതൊക്കെ വില്ലടിച്ചാൻ പാട്ടിൽ ഈ ഒരു കഥ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോഴാണ് നമുക്കിതൊക്കെ നിരത്തി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഈ പറയുന്ന ഒരു ചരിത്രപരമായ ഒരു ഏടുകൾ അടുക്കി വെക്കുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അയ്യപ്പൻ ആര്യൻകാവിലാണ് താമസിച്ചിരുന്നത് എന്ന പ്രസ്താവം, അയ്യപ്പൻ അവിടെ താമസിക്കുന്നതിന് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിർത്തി ദേവതയായ ആര്യൻ എന്ന ഗ്രാമീണ ദേവതയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ആര്യപദത്തിന് ശരിക്കും അതിർത്തി കാവൽക്കാരനായ ദൈവം എന്നാണല്ലോ അർത്ഥം ശരിക്കും. അപ്പൊ ചാത്തൻ, അതുപോലെ മഹാചാത്തൻ എന്നിവ ശരിക്കും ഈ അതിപ്രാചീനമായ ഈ ദ്രാവിഡ ദേവതയുടെ തന്നെ മറ്റ് പേരുകളാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ എങ്ങനെയാണ് ശബരിമലയിലെ പ്രതിഷ്ഠ, ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ നടത്തിയത്, അതിന് കാരണക്കാരായത് നകുലീശ്വരന്മാരാണ്, പരശുരാമനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ നമ്മൾ പരിശോധിച്ചു. ശബരിമലയിൽ താന്ത്രിക ആചാരം എങ്ങനെ നിലവിൽ വന്നു എന്നൊക്കെ നമ്മൾ പരിശോധിച്ചു. മകരസംക്രമം മുതൽ 5 ദിവസത്തെ പൂജാ സമ്പ്രദായങ്ങളൊക്കെ പാണ്ഡ്യരാജാവാണ് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾക്ക് ഇവിടെ നിർത്താം. എന്നും പറയുന്നത് പോലെ നിങ്ങളെല്ലാവരും പരമാവധി ഇതൊക്കെ ഈ ചരിത്രപരമായ വസ്തുതകളൊക്കെ ആദ്യം ഒന്ന് മനനം ചെയ്യുക, അതിനുശേഷം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. കാരണം നമുക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. അടുത്ത ശബരിമല തീർത്ഥാടനം നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് അയ്യനെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ ഉള്ള ഒരു ഭാഗത്തിൽ ഈ ഒരു ജ്ഞാന പരമ്പര എല്ലാ ജനങ്ങളിലേക്കും എത്തണമെന്നൊരു ലക്ഷ്യം കൂടി ഈ ദീക്ഷയ്ക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ തോളോട് തോള് ചേർന്ന് ഈ ഒരു ഉദ്യമത്തിൽ പങ്കുകൊള്ളണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.